ഡിയർ ചിൽഡ്രൻ, സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ഓഷൻ ആൻഡ് മാൻ എന്ന ചാപ്റ്ററിലെ മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വേവ്സ്, ടൈഡ്സ് ആൻഡ് ഓഷൻ കറൻറ്റ്സ് ആർ ദി മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ. വേവ്സിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നൗ വി മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ടൈഡ്സ്. Tides are the periodic rise and fall of water level in the ocean. The rise in the level of ocean water is high tide and lowering of the water level is known as low tide. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓഷ്യൻ വാട്ടറിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. വാട്ടർ ലെവൽ ഉയരുന്നതിനെ ഹൈ ടൈഡ് എന്നും വാട്ടർ ലെവൽ താഴുന്നതിനെ ലോ ടൈഡ് എന്നും വിളിക്കുന്നു. ഓഷ്യൻ വാട്ടറിൻ്റെ ലെവൽ കൂടുന്നതിനെ വേലിയേറ്റം എന്നും വാട്ടർ ലെവൽ താഴുന്നതിനെ വേലിയിറക്കമെന്നും പറയുന്നു. ലെറ്റ് us look into the reasons for tides. Tides are formed as a result of the gravitational pull exerted by moon and sun along with the centrifugal force due to the earth's rotation. മൂണിൻ്റെയും സണ്ണിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഭൂമിയുടെ റൊട്ടേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സുമാണ് ടൈഡ്സിന് കാരണമാകുന്നത്. Look at the figure 5.4. Water level on the part of the earth facing the moon rises. The rise in the water level due to the gravitational pull exerted by the moon leads to high tide. You might have noticed that the water level at the opposite side also has risen. The centrifugal force due to the earth's rotation is the reason for the rise in the water level here. It can be seen that the water level goes down at places located 90 degrees away from the places of tidal influence. This is due to the draining of water towards the tidal regions. The phenomena of fall of water level is known as low tide. Look at the figure 5.4. മൂണിന് അഭിമുഖമായിട്ടുള്ള എർത്തിൻ്റെ ഭാഗത്തെ വാട്ടർ ലെവൽ ഉയരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ എ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക, ഹൈ ടൈഡാണ് അവിടെ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി എന്ന ഭാഗത്തും ഹൈ ടൈഡ് തന്നെ അനുഭവപ്പെടുന്നതായിട്ട് ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഭാഗത്തെ ബി എന്നുള്ള ഭാഗത്തെ വാട്ടർ ലെവൽ ഉയരുന്നതിനുള്ള കാരണം എർത്ത് റൊട്ടേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എർത്ത് റൊട്ടേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. ഹൈ ടൈഡ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ വാട്ടർ ലെവൽ താഴ്ന്നതായിട്ട് കാണാം. സി, ഡി എന്നീ ഭാഗങ്ങളിൽ ഇവിടെ ലോ ടൈഡ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവിടെ ലോ ടൈഡ് അനുഭവപ്പെടാൻ കാരണം ഈ ഭാഗങ്ങളിലെ ഈ സ്ഥലങ്ങളിലെ വെള്ളം ഹൈ ടൈഡ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോകുന്നതിനാലാണ് അവിടെ ലോ ടൈഡ്, അവിടുത്തെ വാട്ടർ ലെവൽ താഴുന്നതിന് കാരണം. In addition to the gravitational pull of the moon, the gravitational pull exerted by the sun also causes tides. Though the moon is smaller than the sun, its attraction is more powerful than that of the sun since it is closer to the earth. മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായി മാത്രമല്ല ടൈഡ്സ് രൂപം കൊള്ളുന്നത്, സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ടൈഡ്സ് ഫോം ചെയ്യാൻ കാരണമാകുന്നു. സൂര്യനെ അപേക്ഷിച്ച് മൂൺ വളരെ ചെറുതാണെങ്കിലും എർത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്നതിനാൽ മൂണിൻ്റെ അട്രാക്ഷൻ സണ്ണിൻ്റെ അട്രാക്ഷനെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായിരിക്കും. Look figure 5.5. The sun, moon and earth come in a straight line on the full moon and new moon days. The tidal force will be intense due to the combined influence of sun and moon. As a result of the tides formed in these days will be stronger. These are known as spring tides. ഓരോ മാസത്തിലും അമാവാസി ദിവസത്തിലും അതുപോലെ പൗർണമി ദിവസത്തിലും ഫുൾ മൂൺ ഡേയ്സിലും ന്യൂ മൂൺ ഡേയ്സിലും സണ്ണും മൂണും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായിട്ടുള്ള ടൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇത്തരം ടൈഡ്സിനെ വിളിക്കുന്നത് സ്പ്രിംഗ് ടൈഡ്സ് എന്നാണ്. The sun, moon and earth come in a straight line on full moon and new moon days. The tidal force will be intense due to the combined influence of sun and moon. As a result, the tides formed on these days will be stronger. These are known as spring tides. The moon and sun will be at an angular distance of 90 degrees from the earth after 7 days from the full moon and new moon days. As the sun and moon attract the earth from an angular distance of 90 degrees, the tides caused are weak. Such weak tides are known as neap tides. Note the positions of the earth, moon and sun in the given diagram. ഫുൾ മൂൺ, ന്യൂ മൂൺ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൺ, എർത്ത്, മൂൺ
90 ഡിഗ്രി ആംഗുലർ ഡിസ്റ്റൻസിലെത്തുന്നു. ഈ ദിവസങ്ങളിൽ സണ്ണും മൂണും ഭൂമിയെ 90 ഡിഗ്രി ആംഗുലർ ഡിസ്റ്റൻസിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായിട്ടുള്ള ടൈഡ്സ് ആണ് ഉണ്ടാകുന്നത്. ദുർബലമായ ഇത്തരം ടൈഡ്സിനെ നീപ് ടൈഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇഫക്ട്സ് ഓഫ് ടൈഡ്സ്. ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് ഹാവ് മെനി ഇഫക്ട്സ്. Let's have a look at them. The debris dumped along the seashore and ports are washed off to the deep sea. പോർട്ടുകളിലും സീഷോറിലൊക്കെ നിക്ഷേപിക്കപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഡീപ്പ് സീയിലേക്ക്, ഉൾക്കടലുകളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നത്, ഉൾക്കടലിലേക്ക് നാച്ചുറലായിട്ട് നീക്കം ചെയ്യപ്പെടുന്നത് ടൈഡിൻ്റെ സമയത്താണ്. ദി ഫോർമേഷൻ ഓഫ് ഡെൽറ്റാസ് ഈസ് ഡിസ്ട്രപ്റ്റഡ് ഡ്യൂ ടു സ്ട്രോങ് ടൈഡ്സ്. ശക്തമായിട്ടുള്ള ടൈഡ്സിൻ്റെ ഫലമായിട്ട് ഡെൽറ്റകൾ ഫോം ചെയ്യുന്നത് തടസ്സപ്പെടുന്നു. ബ്രാക്കിഷ് വാട്ടർ ക്യാൻ ബി കളക്റ്റഡ് ഇൻ സാൾട്ട് പാൻസ് ഡ്യൂറിങ് ഹൈ ടൈഡ്സ്. വേലിയേറ്റ സമയങ്ങളിലാണ് ഉപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സാൾട്ട് പാനുകളിൽ വെള്ളം കളക്ട് ചെയ്യുന്നത്. ദി ഫിഷർമെൻ മേക്ക് യൂസ് ഓഫ് ദി ടൈഡ്സ് ഫോർ ഗോയിങ് ആൻഡ് റിട്ടേണിംഗ് ഫ്രം ദ സീ ഇൻ കട്ടമരൻസ്. മീൻപിടുത്തത്തിനായി കട്ടമരങ്ങളിൽ ഒരു തരത്തിലുള്ള ബോട്ടാണ്. അതിൽ പോകുന്നതിനും തിരിച്ചു വരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഫിഷർമെൻസ് ടൈഡ്സിനെ പ്രയോജനപ്പെടുത്താറുണ്ട്. ടൈഡൽ എനർജി ക്യാൻ ബി യൂസ്ഡ് ഫോർ പവർ ജനറേഷൻ. ടൈഡൽ എനർജിയിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എനർജി പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഷിപ്സ് ക്യാൻ ബി ബ്രോഡ് ടു ഷാലോ ഹാർബർ ഡ്യൂറിങ് ഹൈ ടൈഡ്സ്. ആഴം കുറഞ്ഞ പോർട്ടുകളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നത് ഹൈ ടൈഡിൻ്റെ സമയങ്ങളിലാണ്. Let's conclude today's class. Tides are the periodic rise and fall of water level in the ocean. Tides are formed as a result of the gravitational pull exerted by the moon and sun along with the centrifugal force due to the Earth's rotation. The rise in the level of ocean water is the high tide and lowering of the water level is known as low tide. The sun, moon and earth come in a straight line on full moon and new moon days. The tidal force will be intense due to the combined influence of sun and moon. As a result, the tide formed on these days will be stronger. These types of tide is called spring tides. The moon and sun will be at an angular distance of 90 degree from the earth after 7 days from the full moon and new moon days. As the sun and moon attract the earth from the angular distance of 90 degree. The tides caused are weak. Such weak tides are known as neap tides. The high tide and low tide have many effects. The debris dumped along the seashore and ports are washed off to the deep sea. The formation of delta is disrupted due to strong tides. Brackish water can be collected in salt pans during high tides. The fishermen make use of the tides for going and returning from the sea in catamarans. Tidal energy can be used for power generation. Ships can be brought to shallow harbor during high tides.